കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും. ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. യജമാനന്മാരെ ദാസന്മാരനുസരിക്കണം, ദാസന്മാർ യജമാനന്മാർ കീഴ്പ്പെട്ടിരിക്കണം എന്നൊക്കെ വേദഭാഗങ്ങളിൽ പറയുമ്പോൾ, അധികാരങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ യജമാനന്മാരും അറിയേണ്ട കാര്യം ഇവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരും ദൈവത്തിന് ദാസന്മാരാണെന്നും നാം എല്ലാവരും തിരിച്ചറിയണം. അതാണ് ഈ വചനം പറഞ്ഞത്. അവരുടെയും നിങ്ങളുടെ യജമാനൻ. നമ്മുടെ യജമാനന്മാരുടെ യജമാനൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും എന്ന് പറഞ്ഞാൽ യജമാനെന്നോ ദാസനെന്നോ ഈ വിഷയത്തിന്മേൽ മുഖപക്ഷമില്ലാത്ത ഒരു ദൈവം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും പിന്നെന്ത് ചെയ്യണം? ഭീഷണി വാക്ക് ഒഴിവാക്കുക. ഇതെന്താ അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, നാം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നിങ്ങളൊരു സ്ഥാനത്ത് ആണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്നവരെ സ്നേഹിക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. ബൈബിൾ മുഴുവൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അവരോട് ഭീഷണി വാക്ക് പറയാനോ മുഖവശം കാണിക്കുക, അവരോട് പ്രത്യേക രീതി പെരുമാറാനോ ഭീഷണി വാക്ക് ഒഴിവാക്കുക, ഇതൊക്കെ ഒഴിവാക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ. എന്ന് വെച്ചാൽ ഇതിനെല്ലാം മേളിൽ ദൈവമുണ്ട്. നമ്മളെല്ലാം തുല്യരാണ് ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ. അതിന് 5 മുതലുള്ള വാക്യങ്ങൾ പറയാണ്. ആദ്യം മുതൽ വായിച്ചാൽ മക്കൾ മാതാപിതാക്കളിൽ പെടേണ്ടത് പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. പിതാക്കന്മാരോട് പറയണം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എന്നിട്ടാണ് പറയുന്നത്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ എങ്ങനെയാണ്? ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അവരെ അനുസരിപ്പിക്കും. നിങ്ങളെ ഒരാക്കി ഒരു സ്ഥാനത്താക്കിയിരിക്കുമ്പോൾ അവരെ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം, അവരെ അനുസരിക്കണം. എന്നിട്ട് പറയാണ്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവയാലല്ല. എന്ന് പറഞ്ഞാൽ യജമാനൻ വരുന്നുണ്ടെങ്കിൽ വലിയ സല്യൂട്ട് അടിക്കുകയും യജമാനൻ പോയി കഴിയുമ്പം യജമാനെതിരെ സംസാരിക്കില്ല. ഹൃദയത്തിൽ നിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ. ദൃഷ്ടി സേവയാലല്ല, അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള സേവ ചെയ്യുന്നതല്ല. എന്നിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്യുന്നു. കാര്യം എന്താ? ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, ഞാനിങ്ങനെ നിൽക്കണമെന്നുള്ളതാണ്. കുടുംബത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നത്, കീഴ്പ്പെടുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിപ്പം ചെയ്യാം, അതാണ് നന്മ. ഇവിടെ പറയണം മനസ്സോടെ ചെയ്യാം. അത് ഇനി ഏത് ജോലി സ്ഥാനത്തായാലും
ഏതൊരു അധികാരസ്ഥനായി നിങ്ങൾ നിന്നാലും നിങ്ങൾ കീഴ്പ്പെട്ടാൽ നിൽക്കുമ്പോൾ മനസ്സോടെ വേണം അത് ചെയ്യാൻ. ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം, ക്രിസ്തുവിൻ്റെ ദാസന്മാരെങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്തു. അങ്ങനെ കർത്തൃദൃഷ്ടി സേവയിലല്ല. എന്നിട്ട് പറഞ്ഞ സേവിച്ചും കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കണം. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക്, ദാസനായാലും സ്വതന്ത്രനായാലും ഓരോരുത്തൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ നന്മയ്ക്ക് എന്തു ചെയ്യും? കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. എന്നിട്ടാ പറയുന്നത്, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും. ഇതിനെല്ലാം സ്വർഗത്തിൽ നമുക്കൊരു യജമാനുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യണം? യജമാനന്മാരോട് പറയണം, മുഖവശ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ദൈവത്തിന് മുഖവശ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൃഷ്ടി സേവയാൽ വേല ചെയ്യുന്നവരല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യാൻ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും.